ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ദേശീയ ഗെയിംസിനായുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. എന്നാൽ നിർമ്മാണ പ്രവർത്തികൾ യഥാവിധി വിലയിരുത്താത്തതിന്റെ പോരായ്മകൾ ഉയർന്നു വരികയാണ്. കരാറുകാരുടെ കടമ നിറവേറ്റലിൽ നിർമ്മാണത്തിലിരിക്കുന്ന സ്റ്റേഡിയം തകരുന്നത് ഇത് രണ്ടാം തവണയാണ്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. ബന്ധപ്പെട്ട സർക്കാരുകളുമായും കർഷക സംഘടനകളുമായും ആലോചിച്ച് മാത്രമേ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ നടപ്പിലാക്കാവൂ എന്ന് മന്ത്രി KM മാണി. കോർപ്പറേഷൻ സ്റ്റേഡിയം വീണ്ടും തകർന്നു വീണു. കരാറുകാരുടെ അശ്രദ്ധയെന്ന് ആക്ഷേപം. സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ പുതിയ മേഖലകളിൽ നിന്നും നികുതി വരുമാനം ഉണ്ടാകുന്നതിനുള്ള പ്രവർത്തനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ധനമന്ത്രി KM മാണി. വാർത്തകൾ വിശദമായി. നിർമ്മാണത്തിലിരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം തകർന്നു വീണ് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് അപകടം. ഇത് രണ്ടാം തവണയാണ് കോൺക്രീറ്റിംഗിനിടെ അപകടമുണ്ടാകുന്നത്. കരാറുകാരുടെ അശ്രദ്ധയാണ് അപകട കാരണമെന്ന് ആക്ഷേപമുണ്ട്. ദേശീയ ഗെയിംസിനായി ഒരുങ്ങുന്ന കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇത് രണ്ടാം തവണയാണ് നിർമ്മാണ പ്രവൃത്തികൾക്കിടെ അപകടമുണ്ടാകുന്നത്. രണ്ടാം നിലയുടെ കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കുന്നതിനിടെയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ തകർന്നു വീണത്. കോൺക്രീറ്റിംഗിനായുള്ള ഇരുമ്പ് പ്ലേറ്റുകൾ താങ്ങി നിർത്തിയ മരമുട്ടികൾ നീങ്ങിയതാണ് അപകടത്തിനിടയാക്കിയത്. സുശാന്ത്, സുദീപ് എന്നീ 2 അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കരാറുകാരുടെ നിരുത്തരവാദപരമായ ചെയ്തികളാണ് സ്റ്റേഡിയം തകരാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. അതീവ ജാഗ്രതയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ തികച്ചും ലാഘവത്തോടെ ചെയ്തതാണ് അപകടത്തിനിടയാക്കിയത്. താരതമ്യേന ബലം കുറഞ്ഞ തെങ്ങും കുറ്റിയും മറ്റും ഉപയോഗിച്ചാണ് താങ്ങു നിർത്തിയത്. ഇതിന് തൊട്ടടുത്തായി കൂടുതൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. വീഴുന്നത് കണ്ട് ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. 1 മാസം മുൻപും അപകടമുണ്ടായിരുന്നു. ബീച്ച് ഫയർ സ്റ്റേഷൻ ഓഫീസർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങളെത്തിയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. 2 യൂണിറ്റാണ് രക്ഷാപ്രവർത്തനത്തിനെത്തിയത്. പരിക്കേറ്റ തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ പുതിയ മേഖലകളിൽ നിന്നും നികുതി വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ധനമന്ത്രി KM മാണി. സംസ്ഥാന ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചയിൽ ആമുഖ പ്രഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ചെലവ് ചുരുക്കി ധനസ്ഥിതി മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം നടന്നത്. സംസ്ഥാന ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചകൾ കോഴിക്കോട്ട് നടന്നു. ധനമന്ത്രി KM മാണിയുടെ സാന്നിധ്യത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് ചർച്ച നടന്നത്. ബജറ്റ് തയ്യാറാക്കുമ്പോൾ പരിഗണിക്കേണ്ട വിഷയങ്ങളിൽ അഭിപ്രായ രൂപീകരണമാണ് നടന്നത്. സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ പുതിയ മേഖലകളിൽ നിന്നും നികുതി വരുമാനം ലഭ്യമാക്കാനുള്ള നടപടികൾക്ക് മുൻതൂക്കം നൽകുമെന്നും കൈവരിക്കാവുന്ന എല്ലാ മേഖലകളിൽ നിന്നും നികുതി ഏർപ്പാടാക്കുമെന്നും ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചെലവ് ചുരുക്കി ധനസ്ഥിതി മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി തന്റെ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞു. നികുതി വരുമാനം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ പുതിയ മേഖലകളിൽ നിന്നും നമുക്ക് എങ്ങനെ വരുമാനം. കോഴിക്കോട് ജില്ലയിലെ വ്യാപാര സംഘടനാ പ്രതിനിധികൾ ബജറ്റ് തയ്യാറാക്കുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങൾ മന്ത്രിക്ക് മുൻപിൽ വിശദീകരിച്ചു. സി മോയിൻകുട്ടി MLA, ജില്ലാ കളക്ടർ CA ലത, ടാക്സ് സെക്രട്ടറി A അജിത് കുമാർ, ടാക്സ് കമ്മീഷണർ M ശ്യാം ജഗന്നാഥൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. റോഡ് നവീകരണം, നിർമ്മാണം, അപ്രോച്ച് റോഡ്, പാലം നിർമ്മാണം, പാലം നവീകരണം, ആശുപത്രി വികസനം, വെറ്ററിനറി സർവകലാശാല സബ് സെന്റർ, പൊതുശ്മശാനം, ബേപ്പൂർ പോർട്ട് വികസനം, മെറൈൻ പാർക്ക് വികസനം, റെയിൽവേ ഫൂട്ട് ഓവർബ്രിഡ്ജ്, ടൂറിസം പദ്ധതികൾ, ഞെളിയൻപറമ്പ് ആധുനിക പ്ലാന്റ്, വയനാട് ബദൽ ചുരം റോഡ് എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളും മന്ത്രിക്ക് മുൻപിൽ അവതരിപ്പിച്ചു. ചക്കിട്ടപ്പാറ വനമേഖലയിൽ ഖനനാനുമതി നൽകിയതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ബോധ്യമായാൽ അന്വേഷണം നടത്തുമെന്ന് ധനമന്ത്രി KM മാണി. അന്വേഷണം എങ്ങനെ വേണമെന്നത് സംബന്ധിച്ച് UDF-ഉം സർക്കാരും മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം ആവശ്യമായ നിലപാടെടുക്കുമെന്നും മാണി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ആലോചിച്ചിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയും UDF-ഒക്കെ ആയിട്ട് ആലോചിച്ചതിനെപ്പറ്റി ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കും. അല്ലത് വരട്ടെ, അത് ആലോചനയ്ക്ക് ശേഷമേ പറയാൻ കഴിയൂ.
സർവീസിൽ നിന്നും വിരമിക്കുന്ന സഹപ്രവർത്തകർക്ക് പോലീസ് സംഘടനകളുടെയും സിറ്റി പോലീസ് സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ടൌൺഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ പോലീസ് മേധാവി ജി സ്പർജൻ കുമാർ പ്രവർത്തകർക്ക് ഉപഹാരങ്ങൾ നൽകി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ, കോഴിക്കോട് സിറ്റി കമ്മിറ്റികളുടെയും സിറ്റി പോലീസ് സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി. ടൌൺഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നവംബർ മാസത്തിൽ വിരമിച്ച് 29 സഹപ്രവർത്തകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് പി ഷാഹുൽ ഹമീദിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പോലീസ് മേധാവി ജി സ്പർജൻ കുമാർ പ്രവർത്തകർക്ക് ഉപഹാരങ്ങൾ നൽകി. Sri North Zone Traffic Speed Sri Abdul Hamid, Sub Inspector Special Branch, Sri Chandran Nair, Sub Inspector Special Branch, Sri Ashokan, Sri Traffic Police. ചടങ്ങിൽ പോലീസ് സൂപ്രണ്ട് അബ്ദുൾ കരീം, സൌത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ കെ.ആർ. പ്രേമചന്ദ്രൻ, ക്രൈം ഡിറ്റാച്ച്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ പി.എം. പ്രദീപ്, സിറ്റി ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ എം.സി. ദേവസ്യ, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് എം.പി. പ്രേമദാസ്, പി. മുരളീധരൻ, കെ.പി.എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി.ടി. ശശിധരൻ, കെ.പി.ഒ.എ ജില്ലാ സെക്രട്ടറി പി.കെ. ബാലസുബ്രഹ്മണ്യൻ, പി.സി. പുരുഷോത്തമൻ, ടി. അബ്ദുള്ളക്കോയ, കെ.പി.എ ജില്ലാ സെക്രട്ടറി ഇ. ജയരാജൻ, കെ.എസ്. ശരത് ബാബു എന്നിവർ സംബന്ധിച്ചു. കായിക അധ്യാപകർക്കുള്ള ഏകദിന ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര കായിക ക്ഷമതാ പദ്ധതിയുടെ ഭാഗമായാണ് നടക്കുന്നത്. സ്പോർട്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ചാക്കോ ജോസഫ് പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര കായികക്ഷമതാ പദ്ധതിയുടെ ഭാഗമായി കായിക അധ്യാപകർക്കുള്ള ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച് ഉജ്ജ്വല നേട്ടം കൈവരിച്ച കായിക പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന വിദ്യാലയങ്ങളിലെ കായികാധ്യാപകർക്കാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പരിപാടിയിൽ തിരുവനന്തപുരം സ്പോർട്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ചാക്കോ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശശി, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ പി ഷീബ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ എൻ അഹമ്മദ്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി ജി ജോർജ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി ഡി ജോസഫ്, കോഴിക്കോട് സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ ജെ മത്തായി, കെ നസീർ എന്നിവർ സംബന്ധിച്ചു. ജില്ലാ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണൻ DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം ഘട്ടം, കണ്ണൂർ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. വാർത്തകൾ തുടരുന്നു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ നടപ്പിലാക്കണമെങ്കിൽ ബന്ധപ്പെട്ട സർക്കാരുകളുമായും കർഷക സംഘടനകളുമായും ആലോചിച്ചു വേണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് മന്ത്രി കെ എം മാണി കോഴിക്കോട് ഒരു പൊതുചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കേന്ദ്ര ഗവൺമെന്റിനെ ഒറ്റ സ്ഥലത്തിൽ നമുക്ക് അറിയിക്കുവാനായിട്ടുള്ളത് അംഗീകരിച്ചത് അംഗീകരിച്ചു, വാങ്ങിവെച്ചത് വാങ്ങിവെച്ചു, റിസീവ് ചെയ്തു, റിപ്പോർട്ട് അംഗീകരിച്ചത് പറഞ്ഞു. പക്ഷെ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളുമായി ആലോചിക്കാതെ, കർഷക സംഘടനകളുമായി ആലോചിക്കാതെ ആ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ പാടില്ല എന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്റെ പാർട്ടിയുടെ അഭിപ്രായം അതാ, നമ്മുടെ എല്ലാ അഭിപ്രായം അതാണ് എന്ന് ഞാൻ കരുതുകയാണ്. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് വൻകിട ഖനന റിസോർട്ട് മാഫിയയെയും പരിസ്ഥിതി മാഫിയയെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് മലബാർ മേഖല ചെറുകിട കരിങ്കൽ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി. ജനവിരുദ്ധവും ദേശവിരുദ്ധവുമായ മാധവ് ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകൾ പാടെ തള്ളിക്കളയണമെന്നും അവർ ആവശ്യപ്പെട്ടു. കേരളത്തിൽ വൻകിട ഖനന യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കി 123 വില്ലേജുകൾ പരിസ്ഥിതി ദുർബല പ്രദേശമായി കണ്ടെത്തിയത് മാഫിയകളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് വൻകിട ഖനന ലോബിയും കേന്ദ്ര ഭരണകൂടവും തമ്മിലുള്ള ഒത്തുകളിയുടെ ഉൽപ്പന്നമാണെന്നും അവർ ആരോപിച്ചു. ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം വാങ്ങിക്കൂട്ടി ഖനനത്തിനൊരുങ്ങുന്ന വൻ മാഫിയകളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന തരത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ ശുപാർശകൾ ചെറുകിട ഖനന മേഖലയെ തകർക്കാനേ ഉപകരിക്കൂ. പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ നിയമങ്ങൾ നിലവിലുണ്ടായിരിക്കെ പുതിയ നിയമത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇത്തരം ജനവിരുദ്ധ നിയമങ്ങൾ പാടെ തള്ളിക്കളയണമെന്നും പരിസ്ഥിതി സംരക്ഷിക്കാൻ പഞ്ചായത്ത് തലത്തിൽ പഠന സംഘത്തെ നിയമിക്കണമെന്നും മലബാർ മേഖല ചെറുകിട കരിങ്കൽ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാമൂഹ്യ സേവനത്തിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രയത്നിച്ച വ്യക്തിയാണ് തോമസ് തോണിപ്പാറയെന്ന് ധനകാര്യമന്ത്രി കെ.എം. മാണി. ശതാഭിഷിക്തനാകുന്ന തോമസ് തോണിപ്പാറയെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മലബാർ പാലസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം അധ്യക്ഷത വഹിച്ചു. ശതാഭിഷിക്തനാകുന്ന തോമസ് തോണിപ്പാറയെ ആദരിച്ചു. രാഷ്ട്രീയ, കലാ, സാംസ്കാരിക, സാമൂഹിക, സാമുദായിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച തോമസ് തോണിപ്പാറയ്ക്ക് മലബാർ പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് ധനകാര്യമന്ത്രി കെ.എം. മാണി ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവനത്തിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രയത്നിച്ച വ്യക്തിയാണ് തോണിപ്പാറയെന്ന് മന്ത്രി കെ.എം. മാണി പറഞ്ഞു. മലബാറിലേക്കുള്ള കർഷക മുന്നേറ്റത്തിന് നേതൃത്വം വഹിച്ചതിലൂടെ കർഷകർക്ക് എന്നും ആദരണീയനായ വ്യക്തിയാണെന്നും മലയോര കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സാധിച്ച പ്രവാചക തുല്യനാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയമറ്റം അധ്യക്ഷത വഹിച്ചു. താമരശ്ശേരി രൂപതാ മെത്രാൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മോയ്ക്കുട്ടി എം.എൽ.എ, വി.എം. ഉമ്മർ മാസ്റ്റർ എം.എൽ.എ, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏലിയാമ്മ ജോർജ്, ദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മാത്യു എം. ചാലിൽ, ആവാസ് പ്രസിഡന്റ് ബാബു പൈക്കാട്ട് എന്നിവർ സംബന്ധിച്ചു. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ്, സ്പീഡ് ഗവർണർ എന്നിവയുടെ ഉപയോഗത്തിലൂടെ കേരളത്തിൽ നടക്കുന്ന വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷിരാജ് സിംഗ്. വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ സെമിനാറും ബോധവൽക്കരണ റാലിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് സുരക്ഷാ സെമിനാറും ഹെൽമറ്റ് ബോധവൽക്കരണ റാലിയും വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ്, സ്പീഡ് ഗവർണർ എന്നിവയുടെ ഉപയോഗത്തിലൂടെ കേരളത്തിൽ നടക്കുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് കമ്മീഷണർ പറഞ്ഞു. സ്കൂൾ, കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കൾ വാഹനങ്ങൾ ഓടിക്കാൻ നൽകരുതെന്നും റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ വാഹനങ്ങൾ ഓടിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ സീമ, ആർടിഒ രാജീവ് പുത്തലത്ത്, PTA വൈസ് പ്രസിഡന്റ് മനോഹരൻ, രാജീവ്, കരുണാനിധി എന്നിവർ സംബന്ധിച്ചു. പ്രാദേശിക ചരിത്രാന്വേഷണത്തിൽ കേരളം താൽപര്യം കാണിക്കുന്നില്ലെന്ന് ചരിത്രകാരൻ MGS നാരായണൻ. കൊയിലാണ്ടി ആദി ഫൌണ്ടേഷൻ ആഭിമുഖ്യത്തിൽ ചരിത്രത്തിലെ പന്തലായിയും വർത്തമാനത്തിലെ കൊയിലാണ്ടിയും എന്ന വിഷയത്തിൽ നടക്കുന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊയിലാണ്ടി ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ചരിത്രത്തിലെ പന്തലായനിയും വർത്തമാനത്തിലെ കൊയിലാണ്ടിയും എന്ന വിഷയത്തിൽ ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. പ്രാദേശിക ചരിത്ര അന്വേഷണത്തിൽ കേരളം താൽപര്യം കാണിക്കുന്നില്ലെന്ന് പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് ചരിത്രകാരൻ MGS നാരായണൻ സംസാരിച്ചു. നിലവിലുള്ള ചരിത്രം പലതും കെട്ടുകഥകളാണെന്നും അവിശ്വസിക്കാനാണ് പലർക്കും താൽപര്യമെന്നും വാസ്കോഡഗാമ കപ്പലിറങ്ങിയ പന്തലായിനി കൊല്ലത്താണെന്ന് തെളിയിക്കപ്പെട്ടെങ്കിലും പാഠപുസ്തകത്തിൽ ഇക്കാര്യം ചേർക്കാൻ ഭരണപക്ഷത്തുള്ളവർ ശ്രമിക്കുന്നില്ല. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചരിത്രം എഴുതേണ്ടത്. യഥാർത്ഥ ചരിത്ര വസ്തുക്കൾ തെളിയിക്കാൻ ശാസ്ത്രീയമായ ഉത്ഖനനങ്ങൾ ആവശ്യമാണെന്നും MGS കൂട്ടിച്ചേർത്തു. കച്ചവടത്തിന് വേണ്ടി വന്ന കൂട്ടർക്ക് കയ്യിൽ ഒരു വലിയ മഹാരാജ്യമാണ്. തുടർന്ന് മികച്ച ഷോർട്ട് ഫിലിമിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സുദേവൻ സംവിധാനം ചെയ്ത തട്ടുംപുറത്തെ മുത്തപ്പൻ പ്രദർശനം നടന്നു.
പൂത്തുലഞ്ഞു നിന്ന ഇസ്ലാമിക സംസ്കൃതി സ്പെയിനിൽ അവസാനിക്കാനുള്ള കാരണം മുസ്ലിങ്ങൾക്കിടയിലെ പരസ്പര പോർവിളിയാണെന്ന് ഖുറാൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം ദവ യൂത്ത് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ടൌൺഹാളിൽ പരിഹാസം പ്രബോധനമോ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം സംഘടനകൾ തെരുവിൽ പോരാടുന്നത് സമുദായത്തിന്റെ അന്ത്യം കുറിക്കുമെന്ന് റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം. പരിഹാസം പ്രബോധനമ എന്ന വിഷയത്തിൽ ദവ യൂത്ത് ഫോറം കോഴിക്കോട് ടൌൺഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമുദായിക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ പരസ്പരം പഴിചാരുന്നതും പരിഹസിക്കുന്നതും അവസാനിപ്പിക്കണം. പുതിയ തലമുറയിലെ യുവ പണ്ഡിതന്മാരുടെ പരിഹാസത്തിലൂന്നിയ പ്രഭാഷണ ശൈലി അവസാനിപ്പിക്കാൻ എല്ലാ വിഭാഗങ്ങളുടെയും പണ്ഡിത നേതൃത്വം തയ്യാറാവണം. സംഘടനാ ശത്രുത മൂത്ത് നന്മയും തിന്മയും തിരിച്ചറിയാത്ത വിധം അധപ്പതിച്ചു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിൽ പോലുമില്ലാത്ത വിധം മതപണ്ഡിതന്മാർ പരസ്പരം ഫോൺ ചോർത്തുന്നതിൽ വരെ കാര്യങ്ങളെത്തി. ജനങ്ങൾക്കിടയിൽ പാപങ്ങൾ അധികരിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് കാരുണ്യം അപ്രത്യക്ഷമാകുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പൂത്തുലഞ്ഞ ഇസ്ലാമിക സംസ്കൃതി സ്പെയിനിൽ അവസാനിക്കുവാനുള്ള കാരണം മുസ്ലിങ്ങൾക്കിടയിലെ പരസ്പര പോർവിളിയാണ്. ഈ ദുരന്തം ആവർത്തിച്ചുകൂടുന്നും അദ്ദേഹം പറഞ്ഞു. ഇതാണ് മുസ്ലിം ഉമ്മത്തിന് നാളിൽ വരെയുള്ള ചരിത്രം എന്ന് ഗൗരവമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും. ഒരു മുസ്ലിം മറ്റൊരു അമുസ്ലിമിനോട് പോലും അനുബന്ധിക്കുന്ന രീതിയിൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രൊഫസർ ഹുസൈൻകുട്ടി മാസ്റ്റർ, കെ എ ഖാദർ മാസ്റ്റർ, എ പി കുഞ്ഞാമുദ്, ആറ്റക്കോയത്തങ്ങൾ, ഒപ്പാൽ മുസ്തഫ ഹാജി എന്നിവർ സംബന്ധിച്ചു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. 14 ഷോറൂമുകൾ, 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. ലോക സാഹിത്യത്തോട് കിടപിടിക്കാവുന്ന താൻ പോരിമ മലയാള ചെറുകഥ നേടിയെടുത്തതായി പ്രശസ്ത സാഹിത്യകാരൻ യു എ ഖാദർ. ഗോപാൽജി രചിച്ച ചെറുകഥാ സമാഹാരമായ കൃഷ്ണനീലിമയിൽ ഒരു പച്ചപ്പൊട്ടായി രാധ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോപാൽജി രചിച്ച് ലിപി പ്രസിദ്ധീകരിക്കുന്ന കൃഷ്ണനീലിമയിൽ ഒരു പച്ചപ്പൊട്ട് രാധ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു. ഹോട്ടൽ കിങ് ഫോർട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ വി സുകുമാരനാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. കെ പി സുധീര പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. യോഗം പ്രശസ്ത കഥാകൃത്ത് യു എ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ലോക സാഹിത്യത്തോട് കിടപിടിക്കാവുന്ന താൻപോരിമ മലയാള ചെറുകഥ നേടിയെടുത്തതായി അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചെറുകഥകളാണ് സാഹിത്യ ലോകത്തിന്റെ വിധി നിർണ്ണയിക്കുക എന്ന് കരുതിയ ഒരു കാലമുണ്ടായിരുന്നു. ഇടക്കാലത്ത് ഇതിന് ഇടിച്ചിൽ വന്നു. വായനക്കാർ മുഖം തിരിച്ചു. ചെറുകഥകൾ വായിച്ചാൽ മനസ്സിലാവില്ലെന്ന് അഭിപ്രായപ്പെട്ടു. ജീവിതവുമായി ബന്ധമില്ലെന്ന് കരുതുന്നവ വായിച്ചാൽ ശരിയാവില്ലെന്ന് കരുതി സാധാരണക്കാർ അകന്നുപോയി. നോവലുകൾക്കായിരുന്നു ഇക്കാലത്ത് വലിയ നഷ്ടം. എന്നാൽ ജീവിതവുമായി ചെറുകഥകൾ വീണ്ടും ചേർന്നു നിന്നതോടെ അവയ്ക്ക് വീണ്ടും പ്രാധാന്യം വർദ്ധിച്ചു. ഇപ്പോൾ പ്രാസാദകർ എഴുത്തുകാരെ സമീപിച്ച് കഥകൾ വേണമെന്ന് ആവശ്യപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുകഥയാണ് മലയാള സാഹിത്യത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ വിധി നിർണ്ണയിക്കുന്നത് എന്നതുവരെ ഉള്ള അഭിപ്രായങ്ങൾ ആ കാലത്ത് ഉണ്ടായി. ടി പി ഭാസ്കരൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ സി എം അബൂബക്കർ പുസ്തകം പരിചയപ്പെടുത്തി. പ്രൊഫസർ ലൂസി വർഗീസ്, മലയാള മനോരമ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ പി ജെ ജോഷ, പൂനൂർ കെ കരുണാകരൻ, ടി പി മമ്മു, നൌഷാദ് അരീക്കോട്, പി പ്രകാശ്, ഗോപാൽജി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ചക്കിട്ടപ്പാറയിലടക്കം ജില്ലയിലെ 3 പഞ്ചായത്തുകളിൽ സ്വകാര്യ കമ്പനിക്ക് ഖനനാനുമതി നൽകിയ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീമിനെതിരെ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് ഡിസിസി പ്രസിഡന്റ് കെ സി അബു. കോഴിക്കോട് വാർത്താസമ്മേളനത്തിലാണ് കെ സി അബു ഇക്കാര്യം പറഞ്ഞത്.
കോഴിക്കോട് ജില്ലയിലെ 3 വില്ലേജുകളിൽ കർണാടകയിലെ സ്വകാര്യ കമ്പനിക്ക് ഇരുമ്പയർ ഖനനത്തിനായി എളമന കരീമിന്റെ അടുത്ത ബന്ധു ടി.പി. നൌഷാദ് 5 കോടി രൂപ കൈപ്പറ്റിയെന്ന ആരോപണത്തെക്കുറിച്ച് സിബിഐ പോലെ വിശ്വാസ്യതയുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഡിസിസി പ്രസിഡന്റ് കെ.സി. അബു ആവശ്യപ്പെട്ടു. കർണാടകയിലെ സ്വകാര്യ കമ്പനി നൽകിയെന്ന് പറയുന്ന 5 കോടി രൂപ ടോക്കൺ അഡ്വാൻസ് മാത്രമാണ്. ചക്കിട്ടപ്പാറ, കാക്കൂർ, മാവൂർ എന്നീ വില്ലേജുകളിലെ ഇരുമ്പയർ ഖനനത്തിന്റെ മറവിൽ കോടികൾ മറഞ്ഞിട്ടുണ്ട്. ലാവ്ലിൻ കേസിനേക്കാൾ വലിയ അഴിമതിയാണ് എളമരം കരീം വ്യവസായ മന്ത്രിയായിരിക്കെ ഇരുമ്പയർ ഖനനത്തിന്റെ പേരിൽ നടത്തിയിരിക്കുന്നത്. എളമരം കരീമിന്റെ ബിനാമിയായാണ് ടി.പി. നൌഷാദ് പ്രവർത്തിക്കുന്നത്. ഇടതുമുന്നണി ഭരണകാലത്ത് ആരെയും അമ്പരിപ്പിക്കുന്ന സാമ്പത്തിക വളർച്ചയാണ് ടി.പി. നൌഷാദിനുണ്ടായിട്ടുള്ളത്. ഇതിൽ എളമരം കരീമിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് അന്വേഷിക്കണം. കഴിഞ്ഞ 6 വർഷമായി എളമരം കരീമിന്റെ പേര് പറഞ്ഞാണ് ടി.പി. നൌഷാദ് വൻതോതിൽ ഭൂമി തട്ടിയെടുത്തിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 13 പേർ നൌഷാദിന്റെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നും കെ.സി. അബു വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ചക്കിട്ടപ്പാറ വനഭൂമിയിൽ ഇരുമ്പയർ ഖനനത്തിന് അനുമതി നൽകിയതിന് എളമരം കരീം എം.എൽ.എ പ്രതിഫലം കൈപ്പറ്റിയത് പാർട്ടിയുടെ അറിവോടെയാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ആരോപണം ഉന്നയിച്ചത്. പരിസ്ഥിതി ദുർബല പ്രദേശമായ ചക്കിട്ടപ്പാറയിൽ LDF സർക്കാരിന്റെ കാലത്ത് ഇരുമ്പയർ ഖനനത്തിന് അനുമതി നൽകിയതിൽ സമഗ്രാന്വേഷണം നടത്തണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി പറഞ്ഞു. ഖനനാനുമതി റദ്ദാക്കിയ UDF സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണ്. എന്നാൽ അന്വേഷണം വൈകുന്നത് പ്രതികൾ രക്ഷപ്പെടാൻ പഴുതൊരുക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ ചൊല്ലി CPM നടത്തിയ ഹർത്താലിന് പിന്നിൽ ചക്കിട്ടപ്പാറയിലേതുൾപ്പെടെ അഴിമതിയുണ്ട്. റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടാവില്ലെന്ന് CPM പ്ലീനം നടത്തി പ്രഖ്യാപിക്കുമ്പോഴാണ് അതേ വേദിയിൽ വാർത്താസമ്മേളനം നടത്താൻ എളമരം കരീമിന് അവസരം നൽകിയത്. 10 സെന്റ് കച്ചവടം ചെയ്യുന്നവരാണോ അതോ എളമരം കരീമിനെ പോലുള്ളവരാണോ റിയൽ എസ്റ്റേറ്റ് മാഫിയകളെന്ന് CPM വ്യക്തമാക്കണമെന്നും സാദിഖ് അലി കോഴിക്കോട് ആവശ്യപ്പെട്ടു. സ്കൂൾ കായികമേളയോടനുബന്ധിച്ചുള്ള സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ പാലക്കാട് ജില്ലയ്ക്ക് മുന്നേറ്റം. ക്രിക്കറ്റിൽ കോട്ടയവും ടെന്നീസിൽ തിരുവനന്തപുരവും ജേതാക്കളായി. ലോൺ ടെന്നീസ് മത്സരങ്ങൾ കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ സമാപിച്ചു. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ 58 പോയിന്റോടെ പാലക്കാട് ജില്ല മുന്നേറുകയാണ്. 52 പോയിന്റോടെ തിരുവനന്തപുരം 2ാം സ്ഥാനത്തും 32 പോയിന്റോടെ എറണാകുളം 3ാം സ്ഥാനത്തുമുണ്ട്. ബോൾ ബാഡ്മിന്റൺ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിലും ക്രിക്കറ്റ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിലും പാലക്കാട് കിരീടം ചൂടി. ലോൺ ടെന്നീസ് സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിൽ തിരുവനന്തപുരം ജില്ലയാണ് ജേതാക്കൾ. ഇരു വിഭാഗത്തിലും പാലക്കാടിനെ തോൽപ്പിച്ചാണ് ജയം. കഴിഞ്ഞ ദിവസം നടന്ന ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിലും തിരുവനന്തപുരമായിരുന്നു ജേതാക്കൾ. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ജെസി ജേക്കബ്, രാജ് നാരായണൻ, ജിതിൻ ജോർജ്, ജെ നന്ദു എന്നിവരും, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ബീഗം യാസ്മീൻ, ഡി പഞ്ചമി, മാനസ നരേന്ദ്രൻ, ജി നീതു, നിമിഷ M കുമാർ എന്നിവരുമാണ് ടീം അംഗങ്ങൾ. ബോൾ ബാഡ്മിന്റൺ സീനിയർ ഗേൾസ് വിഭാഗത്തിൽ പാലക്കാട്, എറണാകുളം 1-2 സ്ഥാനവും, ക്രിക്കറ്റ് സീനിയർ ബോയ്സിൽ കോട്ടയം, തൃശൂർ 1-2 സ്ഥാനവും, ക്രിക്കറ്റ് ജൂനിയർ ബോയ്സിൽ പാലക്കാട്, കോട്ടയം എന്നിവർ 1-2 സ്ഥാനവും, ചെസ് ജൂനിയർ ബോയ്സിൽ P ജയകൃഷ്ണൻ കാസർഗോഡ് 1ാം സ്ഥാനവും, ആഷിഖ് തോമസ് വയനാട് 2ാം സ്ഥാനവും, ജൂനിയർ ഗേൾസിൽ ഹിൽമി പ്രവീൺ എറണാകുളം 1ാം സ്ഥാനവും, ഭാഗ്യ ജയേഷ് 2ാം സ്ഥാനവും, ചെസ്സിൽ സീനിയർ ബോയ്സിൽ M അഭിജിത്ത് 1ാം സ്ഥാനവും, കോഴിക്കോട്ടെ M മനു 2ാം സ്ഥാനവും, ഗേൾസിൽ CH മേഘ്ന കോഴിക്കോട് 1ാം സ്ഥാനവും, BH ആർദ്ര കൊല്ലം 2ാം സ്ഥാനവും നേടി. വെള്ളിയാഴ്ചയാണ് മത്സരങ്ങൾ സമാപിക്കുന്നത്. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. UAE ദേശീയ ദിനാഘോഷ പരിപാടികളും ഷെയ്ഖ് സയ്യിദ് അവാർഡ് ദാനവും ഡിസംബർ 2ാം തീയതി വൈകുന്നേരം ഹോട്ടൽ മലബാർ പാലസിൽ നടക്കും. സമ്മേളനം കേന്ദ്ര പ്രവാസികാര്യമന്ത്രി വയലാർ രവി ഉദ്ഘാടനം ചെയ്യും. അറബ് ലോകത്തെ പ്രമുഖ ചിന്തകനായ ഷെയ്ഖ് ഖലീഫ മുഹമ്മദ് അൽ സഗീർ അൽ സുഖൈബി പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾക്ക് ഷെയ്ഖ് സയ്യിദ് അവാർഡ് സമ്മാനിക്കും. ഷെയ്ഖ് സയ്യിദിനെ കുറിച്ചുള്ള പുസ്തകം മുൻ കേന്ദ്രമന്ത്രി MP വീരേന്ദ്രകുമാർ പ്രകാശനം ചെയ്യുമെന്നും ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. കൊയിലാണ്ടിൽ സംഘടിപ്പിച്ച കയർ കരകൌശല വസ്തുക്കളുടെ നിർമ്മാണ പരിശീലനത്തിന് സമാപനമായി. കൊയിലാണ്ടി കോമത്തുകര സംയോജിത കയർ വ്യവസായ സഹകരണ സംഘത്തിന്റെയും സഖ്യം ജനശ്രീയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിശീലന പരിപാടിയുടെ സമാപനത്തിൽ കയർ ബോർഡ് ഉദ്യോഗസ്ഥൻ ഷൈജു, പരിശീലക വിലാസിനി ടീച്ചർ, KM സോമൻ, KK തങ്കം, KP വിനോദ് കുമാർ, സഖ്യം സെക്രട്ടറി അഞ്ജന എന്നിവർ സംബന്ധിച്ചു. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ 7ാമത് സീസൺ ഡിസംബർ 1 കോഴിക്കോട്ട് ആരംഭിക്കും. 46 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ മഹാമേളയുടെ ആരംഭം കുറിച്ചുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്തെ വേദിയിൽ തിരിതെളിയും. 7ാമത് സീസണിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. പാറപ്പള്ളി മർക്കസ് മാലിക് ദിനാറിന്റെ കെട്ടിടോദ്ഘാടനം ഡിസംബർ 1 അഖിലേന്ത്യാ സുന്നി ജമാഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മർക്കസ് പ്രസിഡന്റ് സെയ്ദ് അലി ബാഫക്കി തങ്ങൾ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും.
ഉദ്ഘാടനത്തിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സമ്മേളനം കെ ദാസൻ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മർക്കസ് ഡയറക്ടർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം ഹസ്ഹരി, സെയ്ദ് അസൻ ഗാസിമി, CM അസീസ്, അഡ്വക്കേറ്റ് തൻവീർ ഉമ്മർ, അഡ്വക്കേറ്റ് റഷീദ് കൊല്ലം, സെയ്ദ് സഹാലി എന്നിവർ പങ്കെടുത്തു. കുറ്റിക്കാട്ടൂർ ശ്രീലക്ഷ്മി നരസിംഹ വാമന ക്ഷേത്രത്തിലെ 26ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഡിസംബർ 1 മുതൽ 8 വരെ ബ്രഹ്മശ്രീ ഇടമന വിനോദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടത്തും. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. 10ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമിച്ച UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് പ്രകടനം നടത്തി. പ്രസിഡന്റ് നസീം ഹരിപ്പാട്, ജനറൽ സെക്രട്ടറി MA അബൂബക്കർ, ട്രഷറർ A മൊയ്തീൻ കോയ, VK അബ്ദുൽ നാസർ, അമ്പലപ്പുഴ ശ്രീകുമാർ, ഹംസ മംഗലാംകുന്ന്, അക്ബർ അലി പറക്കോട്, CH ജലീൽ, PC റഫീഖ് കണ്ണൂർ, CB മുഹമ്മദ്, MA ഹക്കീം കൊല്ലം, M മുഹമ്മദ് മുസ്തഫ, അഷ്റഫ് കാരന്തൂർ, അബ്ദുള്ള അരയങ്കോട്, സുലൈഹി ഫാറൂഖ്, P സിദ്ദിഖ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കളരിപ്പയറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജില്ലാ ഘടകമായ കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കോഴിക്കോട് ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം ഡിസംബർ 1 രാവിലെ ഈസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഹാളിൽ കോളേജ് പ്രിൻസിപ്പൽ R ബിനോയ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കളരിപ്പയറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് PA ഹംസ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. പെരിന്തൽമണ്ണ മൌലാന ഹോസ്പിറ്റൽ ഒബ്സിറ്റി ആൻഡ് ഡയബറ്റിക് കെയർ സെന്ററിന്റെ 8ാമത് വാർഷികാഘോഷങ്ങളും ലോക പ്രമേഹ ദിന, ലോക ഒബ്സിറ്റി ദിന പരിപാടികളും ഷേപ്പ് അപ്പ് 2013 എന്ന പേരിൽ കോഴിക്കോട് ആശീർവാദ് ലോൺസിൽ വെച്ച് ഡിസംബർ 1 നടത്തും. MK രാഘവൻ MP പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. BSNL ജീവനക്കാർക്ക് നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനും ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി നാഷണൽ യൂണിയൻ ഓഫ് BSNL വർക്കേഴ്സ് കോഴിക്കോട് SSH ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക്. FNTU സർക്കിൾ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ GMT ഓഫീസിന് മുന്നിൽ സൂചനാ നിരാഹാര സമരം സംഘടിപ്പിച്ചു. സമരം അഡ്വക്കേറ്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. FNTU ജില്ലാ പ്രസിഡന്റ് CK സുരേന്ദ്രൻ, NK ബീരാൻ, FNTU സെക്രട്ടറി PK വേലായുധൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്വാശ്രയ കോളേജ് തൊഴിൽ ചൂഷണത്തിനെതിരെയും ഉന്നത സാങ്കേതിക വിദ്യാഭ്യാസ ധ്വംസനത്തിനെതിരെയും സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ നേതൃത്വത്തിൽ സ്വാശ്രയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 1 ഞായറാഴ്ച കോഴിക്കോട് NGO ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടികൾ KN ബാലഗോപാലൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. അറിയിപ്പുകൾ. ബിലാത്തിവയൽ ശ്രീ മുത്തപ്പ ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ആഘോഷ വരവ് ഡിസംബർ 1 ഞായറാഴ്ച നടക്കും. താലപ്പൊലിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അന്നേ ദിവസം വൈകിട്ട് 5:30 മുമ്പായി ബിലാത്തികുളം ശിവക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരണമെന്ന് സെക്രട്ടറി അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബന്ധപ്പെട്ട സർക്കാരുകളുമായും കർഷക സംഘടനകളുമായും ആലോചിച്ച് മാത്രമേ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ നടപ്പിലാക്കാവൂ എന്ന് മന്ത്രി KM മാണി. കോർപ്പറേഷൻ സ്റ്റേഡിയം വീണ്ടും തകർന്നു വീണു. കരാറുകാരുടെ അശ്രദ്ധയെന്ന് ആക്ഷേപം. സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ പുതിയ മേഖലകളിൽ നിന്നും നികുതി വരുമാനം ഉണ്ടാകുന്നതിനുള്ള പ്രവർത്തനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ധനമന്ത്രി KM മാണി. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.